സ്ട്രീം സ്റ്റാർട്ട് ചെയ്യാൻ ടൈനോറേറ്റഡ് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്യാണ്ടിരിക്കുക. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ് തന്നെ കേട്ടോ. നിങ്ങളുടെ പേഴ്സന്റെ എന്താണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ ആണ് നോക്കാൻ പോകുന്നത്, കറന്റ് എനർജിയാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളോട് എന്താണ് നിങ്ങളുടെ പേഴ്സണ് പറയാനുള്ള കാര്യം നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ മെസ്സേജ് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലോട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാം, പോസിറ്റീവ് ആയിട്ടിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലോട്ട് കൊണ്ടുവരാം. ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് കറന്റ് എനർജി? ഓക്കെ, ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് കാർഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ എനർജിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ കാർഡ് മറച്ചു വെക്കുകയാണ്. ഡബിൾ എനർജി വന്നുകൊണ്ടാണ് കാർഡ് മറച്ചു വെക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് തോന്നുന്ന എന്താണ് ഫീലിങ്സ്? പേജ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറന്റ് ഫീലിങ്സ് നമുക്ക് നോക്കാം. സെവൻ ഓഫ് സോർഡ്സ് ആണുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. 3 ഓഫ് വാണ്ട് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് നമുക്ക് നോക്കാം. 9 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ചാരിയറ്റ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് വാണ്ടിന്റെ എനർജി വന്നിട്ടുണ്ട്. 4 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്? ഇവിടെ കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് എനർജി തന്നെ ടേബിൾ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയതുപോലെ സ്നേഹവും കാര്യങ്ങളും കാണിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണ് വളരെ കുറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയതുപോലെ സ്നേഹം കാണിക്കുന്നില്ല. ഒരു അവോയ്ഡ് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിലവർ ഇപ്പോൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വേണ്ടാന്ന് വെക്കിയ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫാമിലിയിലുള്ള വ്യക്തിയായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ബ്ലോക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണ് പഴയതുപോലെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ആ ഒരു പേഴ്സണ് തേർഡ് പേഴ്സന്റെ അടുത്ത് ഒരു ചെറിയ ചാച്ചിലും കാര്യങ്ങളുണ്ട്. അവർ നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിലാണ് നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണെ പറഞ്ഞുകൊണ്ട് അട്രാക്ട് ചെയ്തുകൊണ്ടാണ് തേർഡ് പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണറിന്റെ അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ ഒരു പേഴ്സന്റെ കയ്യിൽ നിന്ന് ഒരു ബാഡായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അപ്പോഴേക്കും പൊട്ടിത്തെറിക്കുകയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണിക്കുന്നത്. പിന്നെ ചില വ്യക്തികളുടെ പാർട്ട്നേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടൊരു റിസ്ക് എടുക്കൽ വളരെ കുറവാണ്. പാർട്ട്ണറിന് റിസ്ക് എടുക്കാൻ തോന്നുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയില്ല. കപ്സ് കയ്യിലുണ്ട്, പക്ഷേ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാണിക്കുന്നത് ഇവിടെ. പിന്നെ ചില വ്യക്തികൾ മനഃപൂർവ്വം ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളുണ്ട്. നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് മനഃപൂർവ്വം തേർഡ് പേഴ്സന്റെ അടുത്ത് പോയ വ്യക്തികളും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ പ്രതീക്ഷകൾ കാര്യങ്ങളൊക്കെ തന്നിട്ട് പിന്നെ ഈ പേഴ്സൺ നിങ്ങളെ പയ്യെ വേണ്ടാന്ന് വെച്ചവരുണ്ട്. നിങ്ങളെ യൂസ് ചെയ്തിട്ട് വേണ്ടാന്ന് വെച്ചവരും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്ര നല്ലൊരു എനർജി അല്ല വന്നിട്ടുള്ള ഇവിടെ ചില വ്യക്തികളുടെ. പിന്നെ ചില വ്യക്തികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട്. ഒരു ഡിസ്റ്റൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഇവിടെ എനിക്ക് കാണിക്കുന്നത്. കാരണം ചിന്തിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ അരികെ എത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ വേണമെങ്കിൽ തിരക്കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സണ് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ എനർജി വരുന്നുണ്ട്. 9 ഓഫ് കപ്സ് ആണ്. ചില വ്യക്തികൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കെട്ടിയാണ് നിൽക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ വ്യക്തികളുടെയും അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പല ടൈമിലും ഈ ഒരു പേഴ്സന്റെ അടുത്ത് പോയിട്ട് ബെഗ് ചെയ്യലും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞില്ല.
നിങ്ങൾ ബെഗ് ചെയ്തുകൊണ്ട് ഇരിക്കും തോറും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണ് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ ബെഗ് ചെയ്ത് പോയ കുറേ വ്യക്തികൾ ഇവിടെ ഉണ്ട്. ആ ഒരു പേഴ്സൻ്റെ അടുത്ത് കപ്സ് നീട്ടിയിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ കപ്സ് സ്വീകരിക്കില്ല, പോയിട്ട് കാര്യമില്ല എന്തായാലും. പിന്നെ ഈ ഒരു പേഴ്സൺ കുറേ തെറ്റുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ കർമ്മഫലങ്ങൾ ഈ ഒരു പേഴ്സൺ തന്നെ അനുഭവിക്കുന്നതിന് ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പൈസയായിട്ട് ഉപകാരങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. മണി റിലേറ്റഡ് നിങ്ങളുടെ അടുത്ത് നിന്ന് കുറേ പൈസ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നിട്ടുമില്ല. അത് നിങ്ങൾക്ക് വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹവും പിന്നെ ആ ഒരു വ്യക്തിയായിട്ട് നല്ലൊരു ജീവിതവും കാര്യങ്ങളാണ്. നിങ്ങൾ ജെനുവിനായിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നേ. പക്ഷെ ചില വ്യക്തികളുടെ പാർട്ട്നേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ജെനുവിനായിട്ടല്ല നിന്നേ. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് നിങ്ങളെ വലിച്ചെറിഞ്ഞ വ്യക്തികളും ഇവിടെ കാണുന്നുണ്ട്. റീഡിങ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, റീഡിങ് വരുന്നത് ഇത്രയാണ്. നിങ്ങൾക്ക് ഏഞ്ചൽ തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ യൂണിവേഴ്സ് കാണിച്ചു തരും, കുറേ സൈൻ. പക്ഷെ നിങ്ങളത് കാണാം. നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും നല്ലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും അത് വിശ്വാസത്തോടു കൂടി ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു നെഗറ്റീവ് എനർജി കാര്യങ്ങൾ കൂടി ചെയ്യാണ്ടിരിക്കുക. നിങ്ങളത് ചെയ്യണമെങ്കിൽ അത് വിശ്വാസത്തോടു കൂടി ചെയ്യുക. അതെന്തായാലും നടക്കുന്നതാണ് യൂണിവേഴ്സ് പറയുന്ന മെസ്സേജ്. റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്ന വ്യക്തികൾ മാത്രം കണ്ടാൽ മതി. ഓക്കെ, റീഡിങ് ഇത്രയും വരെ ഉള്ളൂ. റീഡിങ് റെസനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. താങ്ക് യു.